My precious children of God, I greet each one of you in the mighty name of our Lord and Savior എന്റെ Jesus വിലയേറിയ Christ. ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. Today is a great day. It's Easter day. ഇന്ന് മഹത്തായ ഒരു സുദിനമാണ്, ഈസ്റ്റർ സുദിനമാണ്. I wish you all a very happy Easter. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ What നേരുന്നു. a great God we have. നമ്മുടെ ദൈവം എത്ര He is വലിയവനാണ്. a risen Savior. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ He is രക്ഷകനാകുന്നു. not dead and gone. നമ്മുടെ കർത്താവ് മരിച്ചു പോയിട്ടില്ല. He got back his life and he is നമ്മുടെ living. കർത്താവിന് ജീവൻ തിരികെ ലഭിച്ചു. അവിടുന്ന് ഇന്നും The ജീവിക്കുന്നു. same blessing will come upon you, my precious children of God. എന്റെ ദൈവമക്കളെ, ഇതേ അനുഗ്രഹം നിങ്ങളുടെ മേലും ചൊരിയപ്പെടും. You will not lead a dead life in this world. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിർജീവമായ ജീവിതം ഉണ്ടാകില്ല. God will bless you also with a resurrected life ഒരു പുനരുദ്ധരിക്കപ്പെട്ട ജീവിതം നൽകി ദൈവം നിങ്ങളെയും ആശീർവദിക്കും. for his glory. ദൈവനാമ മഹത്വത്തിനായി. That is Easter. അതാകുന്നു ഈസ്റ്റർ. Hallelujah. ഹല്ലേലൂയ. 2 Timothy chapter 1 verse 10 says, Jesus Christ has abolished death and brought life and immortality to light through the gospel. 2 തിമോത്തിയോസ് 1:10 പറയുന്നു, യേശുക്രിസ്തു മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. Mary Magdalene and other Mary came to the graveyard to see whether Jesus' body is അന്ന് there. മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും യേശുക്രിസ്തുവിന്റെ ശരീരം അവിടെ ഉണ്ടോ എന്നറിയുവാൻ കല്ലറയ്ക്കൽ വന്നു. They wanted to honor the body, യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധവർഗം പൂശുവാനാണ് അവർ the വന്നത്, dead body. ആ മൃതശരീരത്തിന്മേൽ. But what did the angel say? എന്നാൽ ദൈവദൂതൻ എന്താണ് പറഞ്ഞത്? Matthew chapter 28 verse 6 we read, angel said this unto Mary Magdalene and the other Mary, he is not here, he is risen. മത്തായി 28:6 ദൈവദൂതൻ മഗ്ദലക്കാരത്തി മറിയയോടും മറ്റേ മറിയയോടും പറഞ്ഞു, അവൻ ഇവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. He is risen. അവൻ ഉയർത്തെഴുന്നേറ്റു. What a great blessing it is. എത്ര മഹത്തായ ഒരു അനുഗ്രഹമാണിത്. Hallelujah. ഹല്ലേലൂയ. You can also have the same blessing. നിങ്ങൾക്കും ഇതേ അനുഗ്രഹം പ്രാപിക്കാം. All your sins will be forgiven നിങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കപ്പെടും. because of this action of God Almighty. സർവശക്തനായ ദൈവത്തിന്റെ ഈ പ്രവൃത്തി നിമിത്തം He is a risen Savior. കർത്താവ് ഉയർത്തെഴുന്നേറ്റ രക്ഷകനാണ്. That is Easter day. അതാകുന്നു ഈസ്റ്റർ സുദിനം. You can also have this blessing in your own life. നിങ്ങൾക്കും സ്വജീവിതത്തിൽ ഈ അനുഗ്രഹം പ്രാപിക്കാം. 2 Timothy 1:10 says, 2 തിമോത്തിയോസ് 1:10 പറയുന്നു, Jesus Christ has abolished death and brought life and immortality to light through the gospel. യേശുക്രിസ്തു മരണത്തെ നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്തു. Believe this and you can have a blessed life. നിങ്ങൾ ഇത് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് അനുഗ്രഹീതമായ ജീവിതം സ്വന്തമാക്കാം. Romans 12:2 says, do not be conformed to this world, but be transformed by the renewing of your mind, that you may prove what is that good and acceptable and perfect will of God. റോമർ 12:2 പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിനെ മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Through the resurrection of Jesus Christ, you can receive all these blessings. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം നിങ്ങൾക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിക്കുവാൻ സാധിക്കും. Through the cross, through the resurrection of Jesus Christ, you will be transformed completely. യേശുവിന്റെ പുനരുദ്ധാനത്തിലൂടെ നിങ്ങൾ സമ്പൂർണ്ണമായി രൂപാന്തരം പ്രാപിക്കും. Matthew 28:6 says, മത്തായി 28:6 പറയുന്നു, the angel said unto the woman, he is not here, for he is risen. ദൈവദൂതൻ ആ സ്ത്രീയോട് പറഞ്ഞു, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. This is a great thing happened on that day. അന്ന് സംഭവിച്ച മഹത്തായ ഒരു സംഭവമായിരുന്നു ഇത്. 1 Corinthians chapter 15 verse 17 says, and if Christ is not risen, your faith is futile, you are still in your sins. 1 കൊരിന്ത്യർ 15:17 പറയുന്നു, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ, നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. Friends, we should be forgiven from all our sins and sinful activities. സ്നേഹിതന്മാരെ, നമ്മുടെ സകല പാപങ്ങളും പാപപ്രവൃത്തികളും ക്ഷമിക്കപ്പെടണം. That's why Jesus died on the cross and resurrected by the power of God on the third day. അതിനുവേണ്ടിയാണ് യേശു ക്രൂശിൽ മരണം വരിച്ചത്. ദൈവത്തിന്റെ ശക്തിയാൽ 3-ാം ദിവസം
ഉയിർത്തെഴുന്നേറ്റത്. Easter is a happy day. ഈസ്റ്റർ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ്. Resurrected day. യേശു ഉയിർത്തെഴുന്നേറ്റ ദിവസം. What a great blessing you are receiving in your own body, soul and mind. നിങ്ങൾ നിങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൽ പ്രാപിക്കുന്ന അനുഗ്രഹം എത്ര മഹത്തായതാണ്. Acts 9th chapter we know about Saul became Paul. പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ ശൗൽ പൗലോസായി മാറിയതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. He was a vessel of wrath, അവൻ ഒരു കോപപാത്രമായിരുന്നു. doing everything against Christ. അവൻ ക്രിസ്തുവിന് വിരുദ്ധമായി സകല പ്രവൃത്തികളും He was a ചെയ്തിരുന്നു. dead man, അവൻ നിർജീവനായ ഒരു died മനുഷ്യനായിരുന്നു. for sins, പാപത്തിൽ മരിച്ചവൻ, sinful addictions. പാപപ്രവൃത്തികൾക്ക് അടിമപ്പെട്ടവൻ. But Jesus, എന്നാൽ in യേശു His great mercy, went and saw him one day, തന്റെ മഹനീയമായ കൃപയോടെ ഒരു ദിവസം അവനെ നേരിൽ കണ്ടു. spoke to him with all love. സ്നേഹത്തോടെ അവനോട് സംസാരിച്ചു. Hallelujah. ഹല്ലേലൂയ. Same God is speaking to you, my brother. അതേ ദൈവം ഇന്ന് നിങ്ങളോടും സംസാരിക്കുന്നു. You may be going through sinful life, നിങ്ങൾ പാപജീവിതത്തിലൂടെ കടന്നു addicted to പോകുകയാവാം. all kinds of sinful activities. സകല പാപപ്രവൃത്തികളും ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. Now today the same Lord who spoke to Saul is speaking to you. ഇപ്പോൾ ശൗലിനോട് അന്ന് സംസാരിച്ച ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. Are you addicted to sins നിങ്ങൾ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവോ? and sinful activities? പാപപ്രവൃത്തികൾക്ക് The Lord is speaking to you. കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. Saul, ശൗലേ, how long you are going to make me sad? എത്ര കാലം ഇനിയും നീ എന്നെ ദുഃഖിപ്പിക്കുവാൻ പോകുന്നു? He is calling you, my brother, my sister. എന്റെ സഹോദര സഹോദരി, ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. Daisy, how long you are going to addict sins and make me sad? ഡെയ്സി, ഇനിയും നീ എത്ര കാലം പാപത്തിന് അടിമപ്പെട്ട് എന്നെ ദുഃഖിപ്പിക്കും? Shankar, how long you are going to drink and all the time drink and make me sad? ശങ്കർ, ഇനിയും നീ എത്ര കാലം മദ്യപിക്കും, എന്നെ അത്യധികമായി വേദനിപ്പിക്കും? Yes, my beloved friends, he is talking to അതെ, you, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. talking to every one of you നിങ്ങൾ എല്ലാവരോടും who സംസാരിക്കുന്നു. is addicted to various kinds of sins and sinful activities. വ്യത്യസ്ത പാപങ്ങൾക്കും പാപപ്രവൃത്തികൾക്കും അടിമപ്പെട്ടവരോട്. What did Saul say? ഇതെല്ലാം എന്താണ് പറയുന്നത്? Father, പിതാവേ, what shall I do? ഞാൻ എന്തു ചെയ്യും? Oh, he made his life became a vessel of grace, യേശു ശൗലിന്റെ ജീവിതത്തെ ഒരു കരുണാപാത്രമാക്കി തീർത്തു. vessel of ഒരു mercy, കരുണാപാത്രമാക്കി തീർത്തു. and became a man of God, ശൗൽ ഒരു ദൈവ മനുഷ്യനായി തീർന്നു. a servant of God, ഒരു ദൈവദാസനായി തീർന്നു. coming out of all the sinful activities സകല പാപപ്രവൃത്തികളിൽ നിന്നും അവൻ വിടുതൽ and പ്രാപിച്ചു. work for the Lord all the time, അവൻ എപ്പോഴും ക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിച്ചു. suffering for the sake of Christ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടങ്ങൾ സഹിച്ചു. What a great life it is. എത്ര മഹത്തായ The ജീവിതമാണത്. same God is speaking to you, my friend. സ്നേഹിത, അതേ ദൈവം നിങ്ങളോടും The സംസാരിക്കുന്നു. Lord says, no more കർത്താവ് sin. പറയുന്നു, പാപം Come ചെയ്യരുത്, to me. എന്റെ അടുക്കൽ വരൂ. I gave my life on the cross just for you. ഞാൻ നിനക്ക് വേണ്ടി ക്രൂശിൽ എന്റെ ജീവൻ വെടിഞ്ഞു. I was broken to pieces from head to foot just for you. ശിരസ് മുതൽ പാദം വരെ എനിക്ക് മുറിവേറ്റു, ഞാൻ തകർക്കപ്പെട്ടു. Come unto me, my son, എന്റെ മകനെ, എന്റെ അടുക്കൽ വരൂ. my daughter. എന്റെ മകളെ, I'll cleanse you with my precious blood which I shed on the cross. ഞാൻ ക്രൂശിൽ ചൊരിഞ്ഞ എന്റെ രക്തത്താൽ നിന്റെ പാപം പോക്കി നിന്നെ ശുദ്ധീകരിക്കും. And I will give you a new life, ഞാൻ നിനക്ക് പുതിയൊരു ജീവിതം a നൽകും. Christ-centered life, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ servant ജീവിതം. of Christ. ഞാൻ നിന്നെ ക്രിസ്തുവിന്റെ What a ദാസനാക്കും. blessed life it will be. എത്ര അനുഗ്രഹീതമായ How ജീവിതമായിരിക്കും. many of you want this experience? നിങ്ങളിൽ എത്ര പേർക്ക് ഈ അനുഭവം വേണം? You may be saying, oh, I'm unable to come out of നിങ്ങൾ drinking. പറയുകയായിരിക്കാം, എനിക്ക് മദ്യപാനം I ഉപേക്ഷിക്കാനാവുന്നില്ല, want to have a peaceful എനിക്ക് life, സമാധാന നിർഭരമായ ജീവിതം but വേണം, not able to എന്നാൽ enjoy. എനിക്ക് ജീവിതം ആസ്വദിക്കുവാൻ കഴിയുന്നില്ല, No peace, എനിക്ക് സമാധാനമില്ല, no joy. എനിക്ക് സന്തോഷമില്ല. What shall I do? ഞാൻ എന്ത് ചെയ്യും? You may be crying, my brother, my sister. നിങ്ങൾ ഇതുപോലെ കരയുകയായിരിക്കാം. Right now, come before the presence of God. ദൈവസന്നിധിയിലേക്ക് വരുവിൻ. Now we are going to pray. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. Cry unto the Lord. ദൈവത്തോട് നിലവിളിക്കുവിൻ. Give your life in the hands of നിങ്ങൾ God. ജീവിതം ദൈവത്തിന്റെ കരങ്ങളിൽ Cry സമർപ്പിക്കുവിൻ. unto Him. ദൈവത്തോട് നിലവിളിക്കുവിൻ. Father, you gave your life on the cross just for me. പിതാവേ, ക്രൂശിൽ എനിക്ക് വേണ്ടി അങ്ങ് ജീവൻ You വെടിഞ്ഞു. shed your blood just for me. അങ്ങ് എനിക്ക് വേണ്ടി രക്തം ചിന്തി. From head to foot you suffered for me. ശിരസ് മുതൽ പാദം വരെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി. Cleanse me, Father. എന്നെ കഴുകി Cleanse me വെടിപ്പാക്കണമേ. with your precious blood which you shed on the cross. അങ്ങയുടെ രക്തത്താൽ എന്റെ പാപം പോക്കി എന്നെ Make ശുദ്ധീകരിക്കണമേ. me a new person. എന്നെ പുതിയ സൃഷ്ടിയാക്കണമേ. In Christ. ക്രിസ്തുവിൽ, In Christ. ക്രിസ്തുവിൽ Christ in you, the hope of glory, the word of God says. മഹത്വ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. Give me that kind of life. എനിക്ക് ആ ജീവിതം നൽകണം. Cry unto the Lord. ദൈവത്തോട് Now നിലവിളിക്കണം. we are going to pray. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ Shall we പോകുന്നു. pray? നമുക്ക് പ്രാർത്ഥിക്കാം. Our precious Heavenly Father. ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ പിതാവേ, Thank you, Lord, for your love. പിതാവേ, അങ്ങയുടെ സ്നേഹത്തിന് നന്ദി. You gave your life on the cross
just for me, O Father. എനിക്ക് വേണ്ടി പിതാവേ, അങ്ങ് ക്രൂശിൽ അങ്ങയുടെ ജീവൻ വെടിഞ്ഞു. Cry unto the Lord, my beloved friends. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ദൈവത്തോട് നിലവിളിക്കുവിൻ. Tell him, ദൈവത്തോട് പറയുവിൻ, I'm a sinner. ഞാനൊരു പാപിയാണ്. I've committed so many sins. ഞാൻ നിരവധി പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. I don't have peace. എനിക്ക് സമാധാനമില്ല. I don't have any blessings of this world. ഈ ലോകത്തിന്റെ അനുഗ്രഹങ്ങളൊന്നും എനിക്കില്ല. Troubled in my mind. മാനസികമായി ഞാൻ അസ്വസ്ഥനാണ്. Father, forgive me. പിതാവേ, എന്നോട് ക്ഷമിക്കണമേ. You suffered on the cross just for കർത്താവേ, അങ്ങ് me. ക്രൂശിൽ എനിക്ക് വേണ്ടി കഷ്ടം You സഹിച്ചു. made Saul as Paul അങ്ങ് ശൗലിനെ പൗലോസാക്കി and മാറ്റി. used him for your glory. അങ്ങയുടെ നാമമഹത്വത്തിനായി അവനെ Use ഉപയോഗിച്ചു. me also, Father. കർത്താവേ, എന്നെയും I ഉപയോഗിക്കണം. commit my life into thee. എന്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. Cleanse me with your precious അങ്ങയുടെ blood, രക്തത്താൽ Lord. എന്റെ പാപം പോക്കി എന്നെ ശുദ്ധീകരിക്കണമേ. Make me a new എന്നെ person. പുതിയൊരു വ്യക്തിയാക്കണമേ. Make me a new person. എന്നെ പുതിയ വ്യക്തിയാക്കണമേ. Use me for your അങ്ങയുടെ glory. മഹത്വത്തിനായി ഉപയോഗിക്കണമേ. Thank you, Lord. കർത്താവേ, നന്ദി. Cry unto the Lord, my friends. ഇപ്പോൾ കർത്താവിനോട് നിലവിളിക്കുവിൻ. Right now you are receiving God's blessing. ഇപ്പോൾ നിങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു. God is changing your life ദൈവം completely. നിങ്ങളുടെ ജീവിതത്തെ You രൂപാന്തരപ്പെടുത്തുന്നു. are becoming a new നിങ്ങൾ person, പുതിയൊരു വ്യക്തിയായി മാറുന്നു. new servant of ഒരു God, പുതിയ ദൈവദാസനായി തീരുന്നു. filled with the presence of ദൈവ God, സാന്നിധ്യത്താൽ നിറഞ്ഞ വ്യക്തിയായി the മാറുന്നു. blessing of God, നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. new blessing of God, പുതിയ ദൈവാനുഗ്രഹങ്ങൾ Spirit of God. ദൈവത്തിന്റെ ആത്മാവിനെ You'll be ലഭിക്കുന്നു. guided by the Holy Spirit. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. Now we're believing this, just thank നിങ്ങൾ ഇത് God. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് നന്ദി പറയുക. Thank you, Lord. കർത്താവേ, നന്ദി. Open your mouth നിങ്ങളുടെ വായ് widely വിസ്താരത്തിൽ and തുറക്കുവിൻ. say, Thank you, Jesus. യേശുവേ, നന്ദി എന്ന് പറയുവിൻ. Now I am your child, ഇപ്പോൾ ഞാൻ അങ്ങയുടെ പൈതലാണ്, your servant. അങ്ങയുടെ ദാസനാണ്. Use me for your അങ്ങയുടെ glory. മഹത്വത്തിനായി എന്നെ ഉപയോഗിക്കണമേ. Thank you for all your blessings. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് നന്ദി. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen.